ഇ.പി. ജയരാജന്റെ ആത്മകഥയിലെ തുറന്നെഴുത്തിൽ സിപിഎമ്മിൽ അമർഷം പുകയുകയാണ്. പാർട്ടിയിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തൽ സിപിഎമ്മിനെ കടുത്ത പ്രതിരോധത്തിലുമാക്കി. സംഘടനയ്ക്കുള്ളിൽ പി ജയരാജൻ ഇ.പിക്കെതിരെ നടത്തിയ വിമർശനങ്ങളടക്കം തുറന്നെഴുതിയതിലാണ് അതൃപ്തി പുകയുന്നത്. അഴിമതി ആരോപണത്തിൽ പാർട്ടി ഇടപെടലിലെ അതൃപ്തി ഇ.പി. ജയരാജൻ ആത്മകഥയിൽ വിവരിച്ചതിലും നേതാക്കൾക്ക് അമർഷമുണ്ട്. ബന്ധപ്പെട്ടവർ നേരത്തെ വിശദീകരണം നൽകിയിരുന്നുവെങ്കിൽ തനിക്കെതിരായ അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നുവെന്നും ഇ.പി. ആത്മകഥയിൽ തുറന്നടിക്കുന്നു. ആളിക്കത്തുന്നോ ആത്മകഥ? തുറന്നെഴുത്തിലോ അതൃപ്തി? സിപിഎമ്മിനുള്ളിൽ ചേരിപ്പോര് കടുക്കുന്നോ? ഈ ചോദ്യങ്ങളാണ് ഡിബേറ്റ് 360 ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. സ്വാഗതം. വിശദമായ ചർച്ചയിലേക്ക്. എന്നോടൊപ്പം ഒരു മണിക്കൂർ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ തൗഫീഖ് രാജൻ കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എൽ.ഡി.എഫിൽ നിന്ന്, രാഷ്ട്രീയ നിരീക്ഷകൻ എ.കെ. സാദിഖ് എന്നിവരാണ്. ആദ്യം കോൺഗ്രസ് നേതാവിലേക്ക് ശ്രീ തൗഫീഖ് രാജൻ. അതായത് ഇറങ്ങും മുൻപേ വിവാദമായി, ഇറങ്ങിക്കഴിഞ്ഞിട്ടും ആ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇ.പി. ജയരാജന്റെ ആത്മകഥയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത്. അതായത് പാർട്ടി മൂടിവെച്ച പല കാര്യങ്ങളും അത് തുടക്കത്തിൽ തന്നെ ഈ ആത്മകഥ പുറത്ത് ഇറങ്ങുന്നതിന് മുൻപേ മാധ്യമങ്ങളിലടക്കം വന്നതാണ്, അത് വാർത്തയായി വന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിനൊരു സ്ഥിരീകരണം ഈ ആത്മകഥ ഇറങ്ങുന്നതിലൂടെ നൽകുകയുമാണ്, നമുക്കുണ്ടാവുകയും ചെയ്യുകയാണ്. ഈ പുസ്തകത്തിൽ അതായത് വലിയ തരത്തിലുള്ള അമർഷം നേതാക്കൾക്കുണ്ട്. ഈ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പി ജയരാജനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത് പി ജയരാജനും എം വി ഗോവിന്ദനും അടക്കം ഇന്നത്തെ പ്രകാശ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ആളിക്കത്തുകയാണോ ഈ ആത്മകഥ വിവാദം? ഈ വിവാദങ്ങൾക്ക് ഒരു അറുതിയില്ലേ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. മേഘ, അതായത് ഈ പാർട്ടിയിലെ CPM ചേരിപ്പോര് അതൊന്നും അവസാനിക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ്. ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇതിന്റെ വലിയ ദൂരവ്യാപകമായ പൊട്ടിത്തെറികളും പ്രഖ്യാപനങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയത്തിന്റെ ആവശ്യമില്ല. അതായത് CPM-ന്റെ മുൻ ഇടത് കൺവീനർക്ക്, LDF കൺവീനർക്ക്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്, മുതിർന്ന CPM നേതാവ് ഇ.പി. ജയരാജന് പാർട്ടിയിൽ പറയേണ്ടത് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ആത്മകഥയുടെ രൂപത്തിൽ, ഇത്തരത്തിലുള്ള പുസ്തകങ്ങളുടെ രൂപത്തിൽ അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. മേഘ, ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് രൂക്ഷമായ വിഭാഗീയത ഉള്ളത് കൊണ്ടാണ്. CPM-ൽ നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. CPM നേതൃത്വത്തിന്റെ തലപ്പത്ത് നേതാക്കൾക്കിടയിൽ ഒരു അഭിപ്രായ ഐക്യവും ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇ.പി. ജയരാജന്റെ ഈ പുസ്തകത്തിലൂടെ ഇപ്പോൾ വെളിവായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സംശയത്തിന് ആവശ്യമില്ല. ഇവിടെ നമുക്കറിയാം, ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന് അവകാശപ്പെട്ടിരുന്ന, ഇല്ലെങ്കിൽ അത്തരത്തിൽ പേര് ചാർത്തപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ശ്രീ കണ്ണൂരിൽ നിന്നുള്ള CPM-ന്റെ മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവും ഒക്കെ ആയിരുന്ന ഇ.പി. ജയരാജൻ. അദ്ദേഹത്തിനെ നമുക്കറിയാം. അദ്ദേഹം ഒരു ഘട്ടത്തിൽ CPM-ന്റെ പാർട്ടി സെക്രട്ടറി ആവാൻ ആഗ്രഹിച്ചിരുന്ന, മുന്നോട്ട് പോയ സാഹചര്യം ഉണ്ടായിരുന്നു. CPM-ന്റെ പാർട്ടി സെക്രട്ടറി ആവണമെന്ന് അദ്ദേഹം വല്ലാത്ത രീതിയിൽ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ കടത്തിവെട്ടിക്കൊണ്ട് കടക്കുപുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ പിണറായി വിജയൻ ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ടുള്ള എം വി ഗോവിന്ദനെ പ്രതിഷ്ഠിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, ആ ഘട്ടം മുതൽ നമുക്കറിയാം, അന്ന് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പറയാതെ പറഞ്ഞ് ഇ.പി. ജയരാജനെ മാറ്റുന്നു, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആക്കാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു. ആ സാഹചര്യത്തിൽ ഈ എം വി ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോ അദ്ദേഹം ഒരു ജാഥ നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ജാഥ നയിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോ ഇ.പി. ജയരാജന്റെ ഭാഗത്ത് നിന്ന് എത്തരത്തിലുള്ള ഒരു സമീപനമാണ് ഉണ്ടായതെന്ന് നമ്മൾ കണ്ടതാണ്. ഇ.പി. ജയരാജന്റെ ഒളിച്ചും പാത്തും പതുങ്ങിയും ഒക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലൂടെ, കേരളത്തിന്റെ തെരുവീതികളിലൂടെ കാറിൽ പാഞ്ഞതും എങ്ങോട്ടാണ് പാഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ജാഥയിൽ പങ്കെടുക്കാതെ ഇ.പി. ജയരാജൻ എങ്ങോട്ടാണ് പോയത്? ഇതെല്ലാം നന്ദകുമാറിന്റെ അമ്മയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാനാണ് ഇ.പി. ജയരാജൻ പോയത്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ് മേഘ, CPM-ൽ വലിയ രീതിയിലുള്ള ചേരിപ്പോര് നിലനിൽക്കുന്നുണ്ട്. ശബരിമലയിലടക്കം ഈ ദ്വാരപാലക വിഗ്രഹങ്ങൾ മോഷ്ടിച്ച വകയിൽ കിട്ടിയ കോടിക്കണക്കിന് രൂപയുണ്ട്. ആ കോടിക്കണക്കിന് രൂപ വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആഭ്യന്തര തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളൊക്കെ ഇവർക്ക് വല്ലാത്ത രീതിയിൽ, സാമ്പത്തിക തർക്കങ്ങൾ ഇവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തെ ഭരിച്ചു മുടിച്ച വകയിൽ കിട്ടിയ കോടികളുണ്ട്. ആ കോടികൾ വീതം വെക്കുന്നതിലുള്ള വലിയ രീതിയിലുള്ള ചേരിപ്പോര് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അധികാര വടംവലിയുടെയും ഈ സാമ്പത്തിക വീതം വെപ്പിന്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്നതിന്റെ പേരിൽ, എന്ന രൂപത്തിൽ ഇപ്പോൾ വെളിവാകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സംശയമില്ല. ഇപ്പൊ നമുക്കറിയാം, അതായത് നമുക്കറിയാം, ഈ പാലക്കാട് ബൈ ഇലക്ഷൻ സമയം, ആ പാലക്കാട് ബൈ ഇലക്ഷൻ സമയത്താണ്, മേഘയ്ക്ക് ഓർമ്മയുണ്ടാവും, ഈ പരിപ്പൂടയും കട്ടൻ ചായയും എന്നുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഭാഗം എന്ന് അവകാശപ്പെടുന്ന ഒരു പാട്ട്,
ആ പാർട്ടി കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ മാധ്യമങ്ങളിലൂടെ അടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. DC ബുക്സ് ആയിരുന്നു അന്ന് ഇത് സംബന്ധിച്ചുള്ള പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇല്ലെങ്കിൽ DC ബുക്സ് അത് ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് താൻ DCക്ക് ഇത് ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന ഒരു സമീപനവും ഒളിച്ചോടുന്ന സമീപനവും ഒക്കെ EP ജയരാജൻ സ്വീകരിച്ചെങ്കിലും അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ കൃത്യവും വ്യക്തവുമായി ബോധ്യമായിട്ടുള്ളതാണ്. ആ ഘട്ടത്തിൽ നമുക്കറിയാം, പരിപ്പോടെയും കട്ടൻ ചായയും ഒക്കെ വന്ന ഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായതാണ് വലിയ രീതിയിലുള്ള വിഭാഗീയത. CPM നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് തനിക്ക്. ഈ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളോടും നേതാക്കളുടെ കാഴ്ചപ്പാടുകളോടും ഡീലിങ്ങിനോടും ഒക്കെ തനിക്ക് വല്ലാത്ത രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് പിന്നീട് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. മേഘ, അത് ഏത് ഘട്ടത്തിലാണ്? പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിലാണ്. ഏതൊക്കെ സുപ്രധാനമായ ഇലക്ഷൻ നടക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ടോ, ഏതൊക്കെ സുപ്രധാനമായ ഒരു കേരളം ലോക്കൽ ബോഡി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതാ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ പ്രകാശനം ചെയ്ത അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇപ്പോൾ CPM നേതൃത്വത്തിന്, പാർട്ടി നേതൃത്വത്തിന് അദ്ദേഹത്തോട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇത് അദ്ദേഹം മനഃപൂർവ്വമല്ലാത്ത നരേത്തി എന്നൊക്കെ ഈ വക്കീലന്മാരുടെ ഭാഷയിൽ പറയാറുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് ഇത് പറയുമ്പോൾ നമുക്ക് തോന്നാറില്ല ഇത് മനഃപൂർവ്വമല്ലാത്ത നരേത്തിയാണെന്നുള്ളത്. ഇത് സ്വാഭാവികമാണ്, ഇത് വ്യക്തമാണ്, ഇത് മനഃപൂർവ്വമാണ്, കൃത്യം വ്യക്തമാണ്. ഇത് CPMന് നേരെ CPM പ്രതികൂട്ടിലാക്കാൻ വേണ്ടി EP ജയരാജൻ ചെയ്തു വെക്കുന്ന ഓരോ പ്രവൃത്തികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. ഈ CPMന്റെ ചേരിപ്പോന്റെ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ അത് മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല. അദ്ദേഹത്തെ ക്രൂശിക്കപ്പെടും. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വെച്ചിരിക്കുന്ന പ്രവൃത്തികൾ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയാവും. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് അത് പൊതുസമൂഹത്തിന് മുന്നിൽ പരസ്യമായി പറഞ്ഞു വെക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ആത്മകഥാ രൂപത്തിൽ പുസ്തകങ്ങളിലൂടെ ഈ CPM നേതൃത്വത്തെ പ്രതികൂട്ടിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം CPM ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്. CPM നേതാക്കൾക്കിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മേഘ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പുറത്തു വരുന്ന നിരവധിയായിട്ടുള്ള വാർത്തകളുണ്ട്, വിവാദങ്ങളുണ്ട്. ഇതൊക്കെ CPM കേന്ദ്രങ്ങൾ തന്നെ പുറത്തുവിടുന്നതാണ്. അത് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹവുമായി ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ, ഇപ്പൊ PM ശ്രീയിൽ ഏകാധിപതിയായി പിണറായി വിജയൻ കാണിച്ചു വെച്ച പ്രവർത്തികളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞാണ്. CPMന്റെ മന്ത്രിമാർ പോലും അറിഞ്ഞില്ല. സാക്ഷാൽ ശിവൻകുട്ടിയെ മുൻനിർത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വന്തം കുടുംബത്തെ, അല്ലെങ്കിൽ കുറുവാ സംഘമായി മാറിയ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയൊക്കെ ആയിരിക്കാം. എങ്കിൽ പോലും അതൊക്കെ CPM നേതൃത്വത്തിനിടയിൽ, നേതാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർക്കിടയിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് CPM നേതാക്കൾക്കിടയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ വരും ദിവസങ്ങളിൽ സൃഷ്ടിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമാണ്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, CPM ഒരു പൊട്ടിത്തെറിയുടെ വക്കീലാണ് എന്നുള്ളത് നമ്മളിവിടെ വളരെ വ്യക്തമാണ്. ഇവിടെ ഒരു വനിതാ നേതാവ് ഇവിടെ ഈ പറയുന്ന CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള EP ജയരാജന്റെ മകനെ വിളിച്ചു എന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ശോഭാ സുരേന്ദ്രൻ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ നിയമ നടപടി സ്വീകരിക്കുന്നതൊക്കെ ഉള്ള പ്രതികരണം നടത്തിയൊക്കെ ഞാൻ കണ്ടു. എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. അഡ്വക്കേറ്റ് സതീഷ് ഹസൻ അതിന് ഉത്തരം പറയുന്നത് ഞാൻ വിചാരിക്കുന്നു. അതായത് ശോഭാ സുരേന്ദ്രന്റെ പോലുള്ള BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, BJPയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, CPMന്റെ കേരളത്തിലെ മുതിർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, അതായത് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള EP ജയരാജനെ, ശോഭാ സുരേന്ദ്രൻ EP ജയരാജന്റെ മകനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വിളിച്ചു എന്നാണ് പറയുന്നത്? ഒരു സ്വകാര്യ ഫംഗ്ഷനിൽ വെച്ച് EP ജയരാജന്റെ മകന്റെ നമ്പർ വാങ്ങുന്നു, തുടർന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർബന്ധിക്കുന്നു എന്നടക്കമുള്ള പരാമർശങ്ങളാണ് ആ പുസ്തകത്തിൽ നടത്തിയിരിക്കുന്നത്. എന്റെ ചോദ്യം വളരെ കൃത്യമാണ്. ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട BJP നേതാവ് CPMന്റെ മുതിർന്ന നേതാവായിട്ടുള്ള EP ജയരാജന്റെ മകനെ വിളിച്ചു എന്ന് പറയുമ്പോൾ അതിനെന്താണ് കാരണം? അതിന് കൃത്യമായിട്ട് ഒരു കാരണം നിലനിൽക്കുന്നില്ലേ? എന്താണ് കാരണം? EP ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഒരു നയവ്യത്യാസമുണ്ട്, ഒരു ചാഞ്ചാട്ടമുണ്ട്. അദ്ദേഹം പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. CPMന്റെ നയങ്ങളോടും സമീപനങ്ങളോടും അഭിപ്രായങ്ങളോടും നേതാക്കളുടെ നിലപാടിനോടും തനിക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് താൻ മുഖ്യമന്ത്രി കടക്ക് പുറത്ത് എന്ന് പറയുന്നതിന് മുമ്പ് താൻ സ്വയം ഓടി രക്ഷപ്പെടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വെക്കുന്നിടത്താണ് ഇവിടെ സ്വാഭാവികമായിട്ട് എന്താണ് ശോഭാ സുരേന്ദ്രൻ EP ജയരാജന്റെ മകനെ വിളിച്ചു എന്നത് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ BJP ക്യാൻവാസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന അടക്കമാണ് ഇവരുടെ ന്യായവാദമെങ്കിൽ, ക്യാപ്സ്യൂളെങ്കിൽ, അടിയുറച്ച ഒരു CPM നേതാവിനെ ഇത്തരത്തിൽ BJP നേതാക്കൾ വിളിക്കുമോ? അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമോ? അങ്ങനെ BJP ക്ഷണിച്ചു എന്നുണ്ടെങ്കിൽ CPM നേതൃത്വവുമായിട്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ ദല്ലാൽ നന്ദകുമാറുമായിട്ട് ഉള്ള ഡീലിംഗ് ഉണ്ട്.
പ്രകാശ് ജാവേക്കർ അദ്ദേഹത്തെ കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മേഘയ്ക്കറിയാലോ, കേരളത്തിന്റെ BJPയുടെ ചുമതലയുള്ള നേതാവാണ് പ്രകാശ് ജാവേക്കർ, മുൻ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ഈ EP ജയരാജനെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ട് അദ്ദേഹത്തെ കണ്ടു, എന്തുകൊണ്ട് സംസാരിച്ചു? അദ്ദേഹം പുറത്തു പോകാൻ ആഗ്രഹിച്ചു. BJPയുമായിട്ട് ഒരു അൺഒഫീഷ്യൽ ഡീൽ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, അടിയുറച്ചൊരു, ഞാൻ മുൻപ് സൂചിപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ അടിയുറച്ചൊരു CPM നേതാവായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ EP ജയരാജനെ വിളിക്കുമായിരുന്നില്ല. ആ സ്ഥാനത്ത് ഇപ്പൊ G സുധാകരൻ, ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആണ്, മികച്ച മന്ത്രിയായിരുന്നു. ശ്രീ G സുധാകരനെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന്റെ കോൾ ചെല്ലാത്തത്? പ്രകാശ് ജാവേക്കർ എന്തുകൊണ്ടാണ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്താത്തത്? അദ്ദേഹം അടിയുറച്ചൊരു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് EP ജയരാജൻ എന്താണ്? EP ജയരാജൻ സ്വാഭാവികമായിട്ടും ഇവരുടെയൊക്കെ പീഡനങ്ങൾ മൂലം അദ്ദേഹത്തിന് ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ടി വന്നതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. എങ്കിൽ പോലും അദ്ദേഹം പുറത്തു പോകാൻ ആഗ്രഹിച്ചു. CPM കടക്ക് പുറത്ത് എന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹം സ്വയം ഒളിച്ചോടാൻ, ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ എന്താണ് അൺഒഫീഷ്യൽ മെമ്പർഷിപ്പ് അദ്ദേഹം എടുത്തില്ല എന്നുള്ളത് മേഘ. ഇവിടെ CPMഉം BJPയും തമ്മിൽ വളരെ കൃത്യമായിട്ടുള്ള അന്തർധാര സജീവമാണ്. CPMഉം BJPയും തമ്മിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ ഐക്യമുണ്ട്. അൺഒഫീഷ്യലായി അദ്ദേഹം മെമ്പർഷിപ്പ് എടുത്തില്ലെന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് ഇപ്പോ BJP പറയുന്ന പോലെയാണ് കേരളത്തിലെ സർക്കാർ പറയുന്നതും പ്രവർത്തിക്കുന്നതും. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഇവിടെ ആളിക്കത്തുകയാണ് ആത്മകഥ. ഓരോ വിവാദങ്ങളും അത് EP ജയരാജൻ തന്നെ പറയുന്നുണ്ട്. ഇതിൽ ആരെങ്കിലും നേതാക്കൾ ആരെങ്കിലും നേതൃത്വം ഇതിൽ ഒരു വ്യക്തത വരുത്തുകയാണെങ്കിൽ താൻ സംശയനിഴലിലാകുമായിരുന്നില്ല, തന്നെ സംശയത്തിന്റെ മുനയിൽ നിർത്തുമായിരുന്നില്ല എന്നടക്കം EP ജയരാജൻ വളരെ വ്യക്തമായി തന്നെ ഈ ആത്മകഥയിൽ പറയുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉയരുന്ന വിമർശനങ്ങൾ നമുക്ക് പുതിയതല്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആത്മകഥ പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ ഇത് വാർത്തയായി നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയതാണ്. അതുകൊണ്ട് ഇത് നമുക്ക് ഒരു പുതിയ കാര്യമല്ല. ഈ സംഭവങ്ങൾക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയാണ് ഈ ആത്മകഥ പുറത്തിറങ്ങിയതിലൂടെ ഉണ്ടാവുകയും ചെയ്യുന്നത്. വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് CPMനെ ഈ ആത്മകഥയും വിവാദങ്ങളും ഒക്കെ കൊണ്ടുചെന്നെത്തിക്കുകയാണോ? മേഘ പറയുന്നതായിട്ടു ഇവിടെ CPMൻ്റെ അകത്ത് വളരെ സ്ഫോടകമായ പ്രശ്നങ്ങളുണ്ട്. അത് വലിയ തീയായിട്ട് വരണം എന്നൊക്കെയാണ് മേഘ പറയുന്നത്. നോക്കൂ, നിങ്ങളിപ്പോൾ ഇന്ന് എടുത്തതിൻ്റെ സംവിധാനം, ഈ EPയുടെ ഒരു ആത്മകഥ ഇന്ന് എടുത്തതിൻ്റെ ഉദ്ദേശവും നമുക്കറിയാം. ഇപ്പോൾ ഇലക്ഷനാണ്. നോക്കൂ, നിങ്ങളിപ്പം തൗഫീഖ് തന്നെ പറഞ്ഞു, കോൺഗ്രസിൻ്റെ വക്താവ് തൗഫീഖ് തന്നെ പറഞ്ഞു, ഇലക്ഷൻ ആയതുകൊണ്ടല്ല നമ്മൾ ആത്മകഥ ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. ആത്മകഥ കഴിഞ്ഞ ദിവസമാണല്ലോ പുറത്തു വന്നത്. അതിന്റെ തുടർചലനങ്ങളും അതുണ്ടാക്കിയ വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ തുടർ പ്രതികരണങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക്, ഇത് ഇന്നത്തെ ചർച്ചയ്ക്ക് ഇത് വിഷയമാക്കി. അല്ലാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നമ്മളെന്തിനാണ് ഇത് ചർച്ചയ്ക്ക് എടുക്കുന്നത്? അപ്പൊ ജയരാജ് ഇത് ആത്മകഥ ഇറക്കിയല്ലോ, ബഹുമാനപ്പെട്ട അതിന് മുമ്പേ എത്രയോ പേര് ആത്മഹത്യ എടുക്കുന്നു. അപ്പൊ നിങ്ങൾ അതിലൊന്നും ഒരു അങ്ങനെയല്ലല്ലോ. EP ജയരാജൻ തന്നെ പറയുകയാണ്, പാർട്ടി മൂടിവെച്ച പല കാര്യങ്ങളും അത് EP ജയരാജൻ ഈ ആത്മകഥയിൽ തുറന്നു പറയുകയാണ്. അതിനൊരു സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. അത് സ്വാഭാവികമായും നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടാകുന്നു, നേതൃത്വത്തിന് അമർഷം ഉണ്ടാകുന്നു, വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. BJPയുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ വരുന്നു. എന്താണ് അനുമാനിക്കേണ്ടത്? അല്ല, ഞാൻ ചോദിക്കുന്നത് ഞാൻ ഒരു കാര്യം, നിങ്ങൾ നേരത്തെ ഇപ്പൊ തൗഫീഖ് പറയുന്ന കേട്ടു, ഇവൻ നമ്മളെ പിണറായി വിജയനാണ് ഇദ്ദേഹത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം മാറ്റിയിട്ട് ഗോവിന്ദ മാസ്റ്ററിന് കൊടുത്തതെന്ന്. ഈ ബുക്ക് പ്രകാശനം ചെയ്ത ആര്? മേഘ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയല്ലേ ഈ പ്രകാശനം? എന്നാൽ അദ്ദേഹത്തിനല്ലേ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടേണ്ടത്? അദ്ദേഹം വല്ല വിയോജന കുറിപ്പെഴുതി അല്ലെ വിയോജനം രേഖപ്പെടുത്തി അദ്ദേഹം മാറിയിരിക്കുന്നത്. അല്ല, അതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഗോവിന്ദ മാസ്റ്റർ പങ്കെടുക്കാത്ത കാര്യമൊക്കെ നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പങ്കെടുക്കും. നിങ്ങൾ പറയുന്നത് ഗോവിന്ദ മാസ്റ്റർ അല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു ഗോവിന്ദ മാസ്റ്റർ അല്ലല്ലോ ശ്രീ EP ജയരാജനെ മാറ്റി നിർത്തിയത്. നിങ്ങൾ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. പാർട്ടിയുടെ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾക്കും വെട്ടിയിരിക്കുകയാണ്. ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ നിന്ന് പാർട്ടിയിലെ ജില്ലയിലെ നേതാക്കൾക്ക് പോലും ഒരു അതിർത്തി കൽപ്പിച്ചിരിക്കുകയാണ്. ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ല EP. ആരാണ് പറഞ്ഞു ഇല്ലാന്ന്? നിങ്ങൾ പറയൂ, ആ പുസ്തക പ്രകാശന ചടങ്ങിൽ ഏതൊക്കെ നേതാക്കൾ ഉണ്ടായിരുന്നു? നേതാക്കൾ ക്ഷണിക്കുമ്പോഴത്തേക്കെല്ലാം ഒരു പുസ്തക പ്രകാശനം ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി ശ്രീധരപിള്ള സാർ വന്നിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ
ആത്മകഥ പുറത്തിറക്കുന്ന ഒരു സമയത്ത് അതിന് എല്ലാരും വരണമെന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നില്ലേ? നിങ്ങൾ ശരി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നില്ല, നിങ്ങൾ നേരെ തിരിച്ചേ പറയുള്ളൂ. അല്ല മേഘ, ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ഗോവിന്ദ എത്തിയില്ല. പി ജയരാജൻ CPM സംസ്ഥാന സെക്രട്ടറി എം വി എന്തുകൊണ്ടാണ്? ശരി, ഞാൻ തിരിച്ചൊരു കാര്യം അവിടെ തന്നെ ആ പൊട്ടിത്തെറി, അവിടെ തന്നെ അതിന്റെ ആ ആഴം മനസ്സിലാക്കാൻ കഴിയുന്നല്ലേ ഉള്ളൂ. അല്ല, ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഇതുപോലെ തന്നെ നിങ്ങളെ കെ മുരളീധരൻ ഒരു പദയാത്ര നയിച്ചുകൊണ്ടെന്ന് പറ്റി അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അപ്പോൾ വന്നിട്ടുള്ള പ്രതികരണം അല്ലല്ല തൗഫീഖ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒന്നും ഇടപെട്ടില്ലല്ലോ. നോക്കൂ, ഇവിടെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു നിങ്ങൾ പറയുന്നത് വെച്ചാൽ അദ്ദേഹം ഒരു ആത്മകഥ എഴുതി, ആത്മഹത്യയിൽ കുറെ കാര്യങ്ങൾ എഴുതി. അതിന് പാർട്ടിയായിട്ട് കുറെ കാര്യങ്ങളല്ലല്ലോ എഴുതിയത്, കുറെ കാര്യങ്ങളല്ലോ പാർട്ടിക്കുള്ളിലെ കാര്യങ്ങളാണല്ലോ എഴുതിയത്. അത് പി ജയരാജൻ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർത്തിയ പി ജയരാജനെ കുറിച്ച് അടക്കം ഇതിൽ വിമർശിക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം. അല്ല, ഒരു മിനിറ്റ്, അങ്ങനെ ചുമ്മാതെ എഴുതിയതല്ലോ. എന്ത് എഴുതി പോകുന്ന കാര്യമല്ലോ. പാർട്ടിക്കുള്ളിൽ മൂടിവെച്ച കാര്യങ്ങൾ തുറന്നെഴുതിയിരിക്കുകയാണ്. ഇവിടെ ആര് മൂടി വെച്ചു? വൈദേകം റിസോർട്ടിനെ പറ്റി സംസാരിച്ച ആരാണ്? ബഹുമാനപ്പെട്ട ജയരാജ് സഖാവ് സംസ്ഥാന കമ്മിറ്റി സംസാരിച്ചു. ഇത് നമുക്ക് ശരിയായ നടപടിയല്ല, അത് ശരിയാണെന്ന് അദ്ദേഹം തോന്നി. അദ്ദേഹം അതിനെ വിറ്റല്ലോ. അത് അദ്ദേഹം വേറെ നോക്കൂ, ഈ വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ, ഒരു മിനിറ്റ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പി ജയരാജനെതിരെ നിരന്തരമായി ഉണ്ടാവുകയാണ്. അതാണ് ആത്മകഥയിൽ തുറന്നു പറയുന്നത്. നിരന്തരമായി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു, പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഇതിലൊരു വ്യക്തത വരുത്താൻ അതാണ് അടിവരയിട്ട് പറയേണ്ടത്. വ്യക്തത വരുത്താൻ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു പക്ഷേ വ്യക്തത വരുത്തുകയായിരുന്നെങ്കിൽ അതായത് പി ജയരാജൻ സംശയത്തിന് മുറിയിൽ സംശയ നിഴലിലാകുമായിരുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ വിഷമം കൂടി പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ പി ജയരാജൻ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാതെ നേതൃത്വം പോയത്? അല്ല, ഞാൻ പ്രതികരിക്കേണ്ട സമയത്തെല്ലാം പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലത്തെ ഒരു പാർട്ടിക്ക് അതിനകത്ത് വെളിയിലല്ല പറയുന്നത്, അതിൻ്റെ പോലെ കമ്മിറ്റിക്കകത്തും അതിൻ്റെ ഫോറങ്ങളുണ്ട്. ആ ഫോറങ്ങളിലല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒന്നും വെളിയിൽ ഒന്നൊന്നും പത്രപ്രവർത്തക നിങ്ങളെ കോൺഗ്രസിനെ പോലെ അല്ലെങ്കിൽ BJP പോലെ ഒന്നല്ല. അതാണ് ഉയർന്ന ചോദ്യം. അതായത് പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഉള്ള ഒരു സാധ്യത ഇല്ലേ? അതാണ് ഇവിടെ തൗഫീഖ് ചോദിച്ചത്. പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിലിന് ഒരു സാധ്യത മങ്ങുകയാണോ? ആ തുറന്നു പറച്ചിൽ ഇല്ലാതെ പോയത് കൊണ്ടാണോ ഒരു ആത്മകഥയിലൂടെ, ഒരു പുസ്തകത്തിലൂടെ അത് പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിന് തന്നെ പറയേണ്ടി വന്നത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഒരു കാര്യം പറയട്ടെ, ആത്മഹത്യ ചെയ്യുന്നത് ഓരോരുത്തരെ വ്യക്തിപരമായിട്ട് കാര്യങ്ങളാണ്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്താൽ എഴുതുമ്പോൾ ചിലർക്ക് ചില കാര്യങ്ങൾ പറയുമ്പം അതെല്ലാം പാർട്ടിക്ക് എതിരായിട്ടാണെന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. ആത്മഹത്യ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് എഴുതുമ്പോഴത്തേക്ക് അത് അപ്പോഴത്തുള്ള വികാരങ്ങളും വിചാരങ്ങളും ഒക്കെയാണ് ബുക്കിൽ വരുന്നത്. അതിനെന്താക്കാനോ അത് പാർട്ടിക്ക് അപ്പോഴുള്ള വികാരങ്ങളുമാണോ? ആത്മഹത്യ എന്ന് പറയുന്നത് അങ്ങനെയാണോ അങ്ങ് മനസ്സിലാക്കിയിട്ടുള്ളത്? ആത്മഹത്യ എന്ന് പറയുന്നത് അപ്പോഴുള്ള വികാരങ്ങളും വിചാരങ്ങളും എഴുതാനുള്ള ഒരു ഇടമാണോ ആത്മകഥ? നിങ്ങൾ ഈ ബുക്ക് ഇറങ്ങുന്നു ആത്മകഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങ് പറയൂ, ആത്മകഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഉണ്ടാകുന്ന, ഓൺ ദ സ്പോട്ടിൽ എനിക്ക് ഉണ്ടാകുന്ന എന്നാ എന്റെ ഒരു വികാരം ഇങ്ങനെയാണ്, ആ വികാരം എനിക്ക് ആത്മകഥയിലേക്ക് കുറിക്കാൻ പറ്റുമോ? കുഴപ്പം ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമല്ലേ? ഒരു ആത്മഹത്യ എഴുതുന്ന ആ രചയിതാവിന്റെ സ്വാതന്ത്ര്യമല്ലേ? ഇപ്പൊ എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യമുണ്ട്. ശരി, എന്തുകൊണ്ടാണ് പി ജയരാജൻ പറയുന്ന ഒരു കാര്യം അവിടെ പ്രസക്തമല്ലേ? എന്തുകൊണ്ടാണ് വ്യക്തത വരുത്താതെ നേതൃത്വം പോയത്? അങ്ങനെയല്ലല്ലോ നിങ്ങളുടെ പാർട്ടി കാര്യങ്ങൾ, അങ്ങനെയല്ലോ പാർട്ടി കാര്യങ്ങൾ അങ്ങനെയല്ലോ. ഒരു നേതാവിനെതിരെ അല്ലെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടാൽ ഈ വലിയൊരു നടപടികളിലേക്കൊക്കെ കടങ്ങുന്ന, അല്ലെങ്കിൽ നിങ്ങളടക്കം വലിയ ഈ ചർച്ചയിലടക്കം വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധ കോട്ട സൃഷ്ടിക്കുന്ന ആളുകൾ ഇവിടെ പി ജയരാജനെ ഒന്നും കണ്ടില്ല. പി ജയരാജനുമായി ബന്ധപ്പെട്ട പാർട്ടികളിൽ നിന്ന് ഒന്നും ഒരു സ്വരം പോലും ഉയർന്നില്ല. അതല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അത് ശരിയല്ല, അത് ഞാൻ പറഞ്ഞത് തെറ്റായ അബ്സോണ്ടിങ് ഇതിലാണ് എടുത്തിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഉദ്ദേശിച്ച ഇതല്ല, നിങ്ങൾ എടുത്ത കോൺടസ്റ്റ് അത് വേറെ രീതിയിലാണ്, അതാ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്താണ് നിങ്ങൾ പിണറായി? ഞാൻ പറഞ്ഞിട്ട് മേഘ, ഈ ഒരു കാര്യത്തെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് അത് ആർക്കും എന്തും എഴുതാം.
ആർക്കും എന്ത് എഴുതാ അങ്ങ് വീണ്ടും പറയുകയാണ്. നോക്കൂ, ഇന്നലെ പുസ്തക പ്രകാശന ചടങ്ങിൽ ഇ പി ജയരാജൻ ആ സമ്മേളന വേദിയിൽ ആ പുസ്തക പ്രകാശന ചടങ്ങിന്റെ മധ്യേ ഇ പി ജയരാജൻ പ്രസംഗിച്ചത് എന്താണ്? എനിക്ക് പറഞ്ഞതിൽ ഇതിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നിരവധി ഉണ്ട്, അത് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പൂരിപ്പിക്കും, വ്യക്തത വരുത്തും എന്നുള്ളതാണ് ഇ പി ജയരാജൻ പറയുന്നത്. എനിക്ക് പറയാൻ പരിമിതികളുണ്ട്, അല്ല അത് സ്വാഭാവികമല്ല. പറ്റാത്ത നിരവധി കാര്യങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ഞാനൊരു പാർട്ടി പോലെ തന്നെ എനിക്ക് കിട്ടിയ ചിലപ്പോൾ എനിക്ക് അസംതൃപ്തനായ പല കാര്യങ്ങളും കാണും. എനിക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് സംതൃപ്തി നേടിക്കൊണ്ട് ഒരു പാർട്ടിക്കകത്ത് നിൽക്കണമെന്ന് വെച്ചാൽ നടക്കൂല. അപ്പം അതൊക്കെ കാര്യങ്ങൾ അതൊക്കെ എല്ലാ പാർട്ടിക്കകത്തും ഉണ്ടെന്നേ. നിങ്ങൾ ഇത് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇപ്പൊ അങ്ങനെ ആയിരുന്നില്ലല്ലോ നിങ്ങളുടെ ഇത്രയും കാലത്തെ നിലപാടും. നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ വലിയ ധാരാളം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? പറയൂ. തള്ളി പറഞ്ഞതുകൊണ്ട് പറയൂ. നിങ്ങൾ ഇ പി എ അല്ലെങ്കിൽ ഇ പി എ തള്ളി പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഒരു പ്രസ്താവന ആരെങ്കിലും ഏതെങ്കിലും അത് മറ്റേ നമ്മുടെ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് നടത്താം. അതായത് ഇല്ല, ഈ വിവാദങ്ങൾ ഉയർന്നു വന്ന മുഖരക്ഷിക്കലായിരുന്നല്ലോ തുടക്കത്തിലുള്ള. ഇപ്പം ബഹുമാനപ്പെട്ട നമ്മളെ കോൺഗ്രസിന്റെ വക്താവ് പറയുന്നത് കേട്ടു, ഇ പിക്ക് കിട്ടേണ്ട സെക്രട്ടറി സ്ഥാനമാണ് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷിനെ കൊടുത്തതെന്ന്. നോക്കൂ, ആ ബഹുമാനപ്പെട്ട പിണറായി വിജയനായ മുഖ്യമന്ത്രിയായ പോളിറ്റ് ബ്യൂറോയായ അങ്ങ് അതേപോലെ നോക്കൂ, ഈ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? അപ്പോഴൊന്നും നിലപാടെടുക്കാതെ മുഖം രക്ഷിക്കലിന്റെ ഭാഗമായി മാത്രമാണ് ഇ പി ജയരാജനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നടത്തിയുള്ള കാര്യങ്ങൾ പുറത്തു വന്നതാണല്ലോ. അതായത് സി പി എമ്മിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ തന്നെ നടപടി എടുക്കേണ്ടതായിരുന്നില്ല. എന്തുകൊണ്ടാണ് നടപടി എടുക്കാതെ പോയത്? പിന്നീട് മാധ്യമങ്ങൾ വിമർശനം ഉന്നയിച്ചപ്പോൾ, മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയപ്പോൾ, എല്ലാവരും അത് പറഞ്ഞു ഘോഷിച്ചപ്പോൾ ഒരു നടപടി എടുക്കണം, ഒരു മുഖം രക്ഷിക്കൽ മാത്രമായിരുന്നില്ലേ ആ സ്ഥാനം ചലനം ഉണ്ടാക്കിയത്? അത് അപ്പുറത്തേക്ക് എന്തുണ്ട്? നോക്കൂ, നിങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി ആയിരുന്നെങ്കിൽ ബി ജെ പിയോട് എടുക്കുന്ന നിലപാട് നിങ്ങൾ എന്തായിരുന്നു സ്വീകരിക്കുന്നതെങ്കിൽ ആ കൂടിക്കാഴ്ച നടന്നപ്പോൾ തന്നെ നടപടി എടുക്കേണ്ടതായിരുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ചയും കഴിഞ്ഞ് പിന്നീട് എപ്പോഴാണ് വലിയ തരത്തിലുള്ള ധാരാളം വിമർശനം ഉയർന്നപ്പോൾ ഒരു മുഖം രക്ഷിക്കൽ, ഒരു എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഒരു ആരുടെ കണ്ണിൽ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള നീക്കം മാത്രമായിരുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അല്ല, ഞാൻ ഒരു കാര്യം മേഖല സി പി എമ്മിന്റെ ഏത് പ്രമുഖ നേതാക്കളോ അല്ലെങ്കിൽ അവരുടെ മക്കളോ ബി ജെ പിയിലോട്ട് പോയിട്ടുണ്ട്? നിങ്ങൾ കോൺഗ്രസിന്റെ എ കെ ആന്റണിയുടെ മകൻ നിങ്ങളുടെ കാര്യം പറയുമ്പോൾ എന്തിനാണ് കോൺഗ്രസിന്റെ കാര്യം പറയുന്നത്? കോൺഗ്രസിനെയും കെ നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞു, സി പി എം ഇന്ന് അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടോ? പറയൂ. പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയില്ലേ? ഈ കൂടിക്കാഴ്ച നടത്തിയതെല്ലാം പാർട്ടിക്കകത്ത് പോകണമെന്നാണോ? അങ്ങനെയാണോ? അല്ല, മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടായിരുന്നില്ലേ? അല്ല, പിന്നെ എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് ഈ പി വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇല്ലാന്നൊന്നുമില്ലല്ലോ. തെറ്റ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് തെറ്റ് തിരുത്തുക എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? വലിയ മുതിർന്ന നേതാവ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്, കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഡീലൊക്കെ ഉറപ്പിച്ച ശേഷം പിന്നീട് തൃശ്ശൂർ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് നമ്മൾ കണ്ടതാണ്. ബി ജെ പിയിലേക്ക് വോട്ട് മനസ്സിലടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വീണ്ടും ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. അല്ല, ഒരു മിനിറ്റ് ബി ജെ പിയിലേക്ക് വോട്ടുകൾ വലിയ തരത്തിൽ പോയത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തെറ്റ് തിരുത്തുന്നു, നിങ്ങൾ മുഖം രക്ഷിക്കുന്നു, അല്ലെങ്കിൽ കൈ കഴുകുന്നു, ജനങ്ങളുടെ കണ്ണിൽ പൊടി, ആര് വിശ്വസിക്കാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ? ഞാൻ ഒരു കാര്യം പറ്റി, നിങ്ങൾ തൃശ്ശൂരിൻ്റെ കാര്യം പറയുമ്പോൾ തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപി നേരത്തെ തന്നെ 2-3 വർഷത്തിന് മുമ്പേ തന്നെ ഇവിടുത്തെ തിരുവനന്തപുരം ഹോട്ടലുകളെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ചർച്ച ചെയ്തതിൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രതാപന് കിട്ടിയിട്ടുള്ള ഹോട്ടുണ്ടല്ലോ, അവിടെ നിങ്ങളെ DCC ഓഫീസിന്റെ ഫ്രണ്ടിൽ ആക്കെതിരായിട്ടാണ് നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് കുഴപ്പം. CPM-ന്റെ കാര്യം മറ്റുള്ളവരുടെ കാര്യം പറയുന്നത് അത് നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമല്ലല്ലോ. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവിടെ സംഭവിച്ചത് എന്ത് എന്നതിലേക്കാണ് ഞാൻ തൃശ്ശൂരിലേക്ക് പോയത്. അതാണ് ഞാൻ തിരിച്ചും പറയുന്നത്. CPM-ന്റെ അകത്ത് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഇന്ന് നടക്കില്ല. നേരത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പോണത് അതല്ല, അങ്ങനെ തന്നെ പോണത്. ഒരു മിനിറ്റ്, ഞാൻ വരാം, തൗഫീഖിലേക്ക് വരാം. ഞാൻ AK സാദിഖിലേക്ക് പോയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അടുത്ത ഘട്ടത്തിൽ ഉറപ്പായും തൗഫീഖിലേക്ക് വരാം. ശ്രീ AK സാദിഖ്, ഇവിടെ
പാർട്ടിയിൽ നേരത്തെ ചില പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു, അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോവുകയാണ് എന്നാണ്. എങ്ങനെയാണ് ഈ ആത്മകഥ പുറത്തു വന്നതും ആത്മകഥ പുറത്തിറങ്ങുന്നതിന് മുമ്പുള്ള വിവാദങ്ങളും ഇപ്പോൾ ആ വിവാദങ്ങൾ കൂടി ഏത് ലെവലിലെത്തി എന്നുള്ളത് നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള അമർഷമുണ്ട്. സ്വാഭാവികമായി ഇവർ സാധാരണയായി CPM-ലെ സംഘടനാപരമായ ചർച്ചകൾ ഉണ്ടായാൽ അക്കാര്യം നേതാക്കളൊന്നും പുറത്തു പറയാറില്ല. പക്ഷേ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മാത്രമാണെന്ന് പറഞ്ഞ് തള്ളുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതുവരെയും CPM-മായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള വാർത്തകൾ കണ്ടാൽ അത് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയാൽ അങ്ങനെയാണ് നേതാക്കൾ പറയുക. അങ്ങനെ വലിയ തരത്തിൽ അതിനെ പറഞ്ഞ് തള്ളുകയാണ്. ഇവിടെയും അങ്ങനെ സംഭവിക്കുകയാണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ വിവാദം എങ്ങനെ പോകും എന്നാണ് നിരീക്ഷിക്കുന്നത്? മേഘ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ CPM-ൽ അമർഷം പുകയുന്നു എന്നുള്ളത് 100% ശരി തന്നെയാണ്. അതാരെങ്കിലും അംഗീകരിച്ചു തരുമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഇവിടെ ഇപ്പോൾ ഒരു ആത്മകഥ പുറത്തു വന്നിരിക്കുന്നു. ആത്മകഥയുടെ പേരെന്താണ്? ഇതാണ് എൻ്റെ ജീവിതം. ഈ ആത്മകഥ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പക്ഷേ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതം ആത്മകഥയാക്കി എഴുതിയത് ആദ്യം ഒരു പേരിൽ പുറത്തു വരികയും അന്നത് പ്രസിദ്ധീകരിക്കപ്പെടാതെ പോവുകയും അന്നത്തെ പ്രസാധകർ അതിൽ നിന്ന് മാറുകയും പുതിയ പേര് വരികയും പുതിയ പ്രസാധകർ വരികയും ഒക്കെ ചെയ്യുന്നത് ഇത് ഒരു രണ്ടാം ആത്മകഥയായിട്ടേ ഇതിനെ കാണാൻ പറ്റൂ. ഒന്നാം ആത്മകഥ എഴുതി വെച്ചതായിരിക്കാം. അതിൽ ഒരു പ്രധാനപ്പെട്ട ദിവസം, അതും ഉപതെരഞ്ഞെടുപ്പ്, 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന, വടകരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുന്ന ഒരു ദിവസമാണ് അതിൻ്റെ തലക്കെട്ട് പുറത്തു വന്നത്. കട്ടൻ ചായയും പരിപ്പ് വടയും. ഇപ്പോൾ ആത്മകഥ പ്രകാശിപ്പിച്ചുകൊണ്ട് ശ്രീ EP ജയരാജൻ പറഞ്ഞത് ആ ടൈറ്റിൽ എന്നെ പരിഹസിക്കുന്നതാണെന്ന്. കട്ടൻ ചായ എങ്ങനെയാണ് ആ വാക്ക് പരിഹാസമാവുന്നത്? പരിപ്പ് വട എന്ന് പറയുന്നത് എങ്ങനെയാണ് പരിഹാസ്യമാവുന്നത്? ഇത് രണ്ടും ഇന്നും നമ്മളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അവരുടെ ഇഷ്ട ആഹാരമായിരുന്നത് പരിഹാസമായിട്ട് തോന്നുന്നു എങ്കിൽ അവിടെ തുടങ്ങി കമ്മ്യൂണിസത്തിൻ്റെ അപചയം. സമര തീക്ഷ്ണതയുടെ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ആത്മകഥയെന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. ആ സമര തീക്ഷ്ണതയുടെ ഒന്ന് ലൈവായി 2015 ഏപ്രിൽ 13 നിയമസഭയിൽ സ്പീക്കറുടെ കസേര എടുത്ത് മറിച്ചിട്ടതിൽ ഏറ്റവും പ്രായം കൂടിയതും ഏറ്റവും സീനിയറുമായ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സഖാവ് EP ജയരാജൻ. സമര തീക്ഷ്ണതയല്ലേ. അദ്ദേഹം മറ്റൊന്ന് പറയുന്നു, കാലഘട്ടത്തിനനുസൃതമായി മാറണം എന്ന് ഞാൻ പറഞ്ഞതിനാണ് എനിക്ക് പരിഹാസ്യം. കാലഘട്ടത്തിനനുസൃതമായി മാറണം എന്ന് രാജീവ് ഗാന്ധി പറഞ്ഞ് കമ്പ്യൂട്ടർ കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ നിയമസഭയിൽ എടുത്ത് എറിഞ്ഞ കമ്പ്യൂട്ടർ പണ്ടുണ്ടായിരുന്ന ആ ദേഷ്യം ഇപ്പോഴും കമ്പ്യൂട്ടറിനോട് മാറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ വാക്കുകൾ കൊണ്ട് പലതും പറയാം, പക്ഷേ ചിന്തിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഇതിനെയൊക്കെ കൂട്ടി വായിക്കും. ഇനി മറ്റൊന്ന്, കമ്മ്യൂണിസത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ CPM-ൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ള വാദഗതികൾ ആർക്കും ഉയർത്താം. VS അച്യുതാനന്ദൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിരപ്പങ്കോട് മുരളി എന്ന മുൻ MLA ഒരു ആത്മകഥ എഴുതി. ആ ആത്മകഥയുടെ പേരെന്തായിരുന്നു? VS കമ്മ്യൂണിസത്തിൻ്റെ മനുഷ്യാവതാരം. നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെ സ്ഥിരീകരിച്ചുകൊണ്ട് പുറത്തു വന്നു. അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ പഴയ ഇരുമ്പ് മറയും അച്ചടക്കവും ഒക്കെ പോയി. അത് പാർലമെൻ്ററി ജനാധിപത്യത്തിനകത്തും അധികാരത്തോടുമുള്ള അദമ്യമായ ആഗ്രഹം വന്നതോടുകൂടി, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടർച്ച വന്നതോടുകൂടി അതിൻ്റെ അപജയം ആരംഭിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മൾക്ക് കൃത്യമായി പറയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ. കണ്ണൂരാണ് CPM-ൻ്റെ എക്കാലത്തെയും ഈറ്റില്ലം. അവിടെ 3 ജയരാജന്മാരുണ്ട്. പലർക്കും ഈ ജയരാജന്മാരെ തമ്മിൽ തിരിച്ചറിയാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിലാകെ കേരളത്തിലെ ജനങ്ങൾക്ക് മറ്റ് ജില്ലകളിൽ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടിക്കാർക്കും അറിയാവുന്ന ജയരാജൻ EP ജയരാജനാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. മന്ത്രിസഭയിൽ രണ്ടാമനായി വന്നു. സഖാവ് പിണറായി വിജയൻ മുമ്പൊക്കെ വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ ചുമതല ഏൽപ്പിച്ചിരുന്ന വ്യക്തിയാണ് സഖാവ് EP. ഇപ്പോൾ അദ്ദേഹം പുറത്ത് പോകുമ്പോൾ ആർക്കും ചുമതല കൊടുക്കുന്നില്ല എന്നുള്ളതും കൂടെ കൂട്ടി വായിക്കണം. ആ അദ്ദേഹത്തെ മന്ത്രി ആയിരുന്നപ്പോൾ, വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ ബന്ധു നിയമനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹം രാജിവെച്ചു. ആ രാജിവെച്ചപ്പോൾ
അദ്ദേഹത്തിന് അന്നൊരു ട്രോളിയതായാലും പിന്നീട് തിരിച്ചറിയാനായാലും കിട്ടിയ ഒരു പേരാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകന് ജോലി കിട്ടിയ ആൾ പറഞ്ഞു എൻ്റെ ചിറ്റപ്പനാണ് മന്ത്രിയെന്ന്. അങ്ങനെ ഒരു പേരും കൂടി അദ്ദേഹത്തിന് അന്ന് കിട്ടി തിരിച്ചറിയാൻ. എന്തായാലും അതേ ബന്ധു നിയമനത്തിൽ പുറത്തു പോയ KT ജലീലിന് തിരിച്ച് വീണ്ടും മന്ത്രിസ്ഥാനം കൊടുത്തിട്ടും EP ജയരാജന് തുടർന്ന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല. അവിടെ നിന്നാരംഭിക്കുന്നു ഇതിൻ്റെ തുടക്കം, ടേണിംഗ് പോയിന്റ്. രണ്ടാമത് അദ്ദേഹത്തിന് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആവുമെന്ന് കരുതിയതിലൊരു തെറ്റുമില്ല. പക്ഷേ ആയതാര വളരെ ജൂനിയറായ MV ഗോവിന്ദൻ. അവിടെ വെച്ചത് വീണ്ടും ഒന്നുകൂടി ആളിക്കത്തുകയാണ്. അതിന് പറഞ്ഞ മറുപടി എന്തായിരുന്നു? മുൻ സെക്രട്ടറി മരണപ്പെടാറായപ്പോൾ മരണക്കിടക്കയിൽ വെച്ച് ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കണമെന്ന് മരണമൊഴി നൽകിയിരുന്നു, അതുകൊണ്ടാക്കിയതെന്നാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ മരണമൊഴി വെച്ചിട്ടൊക്കെയാണോ സംസ്ഥാന സെക്രട്ടറിയെയൊക്കെ നിയമിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടിയില്ലാതായി പോകും. അപ്പോൾ രണ്ടാമത് അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടറി എന്നുള്ള ആ പദവിയും പോയി. പിന്നീട് അദ്ദേഹത്തെ LDF കൺവീനറാക്കി, ഇല്ലേ? ആ LDF കൺവീനർ സ്ഥാനം പോയത് എങ്ങനെയാണെന്ന് നമുക്കെല്ലാം അറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം ഒരു വാർത്ത പുറത്തു വരുന്നു. EP ജയരാജൻ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി BJPയിലേക്ക് EP ജയരാജൻ പോകുന്നു എന്നുള്ള വലിയ ഒരു വാർത്ത, ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തുണ്ടായി. അതിന് ഇടവരുത്തിയ, മനഃപൂർവ്വമാണെങ്കിലും ബോധപൂർവമാണെങ്കിലും അബദ്ധവശാലാണെങ്കിലും ഏത് രീതിയിലായാലും അതിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന് LDF കൺവീനർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റി. കണ്ണൂരിലെ P ജയരാജനും EP ജയരാജനും തമ്മിലുള്ള തർക്കം വളരെ നാളുകൾക്ക് മുമ്പേ നമ്മൾക്കറിയാവുന്നതാണ്. ആ തർക്കം ഇപ്പോഴും തീർന്നിട്ടില്ല. ആ വിഭാഗീയത ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് മിസ് മേഘ നേരത്തെ പറഞ്ഞതുപോലെ P കുഞ്ഞിരാമനും P ജയരാജനും MV ജയരാജനും രണ്ടുപേരും കണ്ണൂർ ജില്ലയിലുള്ളവരാ. ആ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും കണ്ണൂരിൽ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. PP ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിന്നീട് മുഖ്യമന്ത്രി ഒരവസരത്തിൽ പറഞ്ഞത് PP ദിവ്യ അവിടെ പോകാൻ പാടില്ലായിരുന്നു എന്നാണ്. അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വേണം ഈ വിഷയങ്ങളെ കാണുവാൻ. ഇവിടെ അദ്ദേഹത്തിനെതിരെ പിന്നീട് ഉയർന്ന വലിയ ഒരു വിഷയം എന്താണ്? സാമ്പത്തിക വിഷയം ഇപ്പോൾ മാത്രമല്ല, പഴയ ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്നും 2 കോടി രൂപ അദ്ദേഹം ദേശാഭിമാനിക്ക് വേണ്ടി വാങ്ങിച്ചു എന്ന് വലിയൊരാക്ഷേപമുണ്ട്. അതേപോലെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ കൂടെ ചേർന്ന് ഈ വൈദേകം റിസോർട്ട് അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നുള്ള ആക്ഷേപമുണ്ട്. പ്രകാശ് ജാവേദ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച അവിടെയുണ്ട്. ശോഭാ സുരേന്ദ്രൻ പറയുന്നു, എൻ്റെ ജീവിതത്തിലാകെ 3 തവണയാണ് ഞാൻ തൃശ്ശൂരിൽ രാമനിലയത്തിൽ പോയിട്ടുള്ളത്. 1 സുരേഷ് ഗോപിയെ കാണാൻ, 2 പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കാണാൻ, 3-മത് EP ജയരാജനെ കാണാനാണ് പോയത്. തെളിവുകളുണ്ട്. എനിക്കെതിരെ ഒരു കേസും കൂടി എടുത്താലും ഒരു പ്രശ്നവുമില്ല, ഞാൻ ഇതുമായി മുന്നോട്ട് പോകും. EP ജയരാജൻ പറയുന്നു, അവർ ഫോൺ നമ്പർ വാങ്ങിയിട്ട് എൻ്റെ മകനെ ഫോൺ നമ്പർ വാങ്ങിയിട്ട് തുടർച്ചയായി വിളിക്കുന്നു, അവനെ BJPയിലേക്ക് കൊണ്ടുപോകാനാണെന്ന്. നോക്കൂ, AP അബ്ദുള്ള കുട്ടി ഇന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിന് അതിൻ്റെ ഗൗരവമൊന്നും നമ്മൾ എടുക്കണ്ട, ഒരു വ്യക്തി എന്നും കൂടി. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിനൊരു പദവിയുണ്ട്, അഖിലേന്ത്യാ ഉപാധ്യക്ഷന. BJPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പറയുന്നു, ഞങ്ങൾ ചർച്ച ചെയ്തതായിരുന്നു. പക്ഷേ അദ്ദേഹം കോഴിക്കോട്ടെ അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ ഭാഷയിൽ പറഞ്ഞത് ഇത്തരം കോലത്തിലുള്ളവരെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന്. നോക്കൂ, പ്രകാശ് ജാവദേക്കർ, ശോഭാ സുരേന്ദ്രൻ, അബ്ദുള്ള കുട്ടി തുടർച്ചയായി BJPയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു അദ്ദേഹം BJPയുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്ന്. ഇത്രയും പേരൊക്കെ പറഞ്ഞാൽ പിന്നെ നിഷേധിക്കാമെന്നല്ലാതെ ഒന്നുമില്ലാതെ വേറെ ഒരു നേതാവിനെയും കുറിച്ച് ഇങ്ങനെ തുടർച്ചയായി വരുന്നില്ലല്ലോ. അപ്പോൾ ഇതിനകത്തൊക്കെ വാസ്തവമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയന് EP ജയരാജനോടുള്ള ശത്രുതയുണ്ട്, അമർഷമുണ്ട്, അത് വളരെ വ്യക്തമാണ്. പക്ഷേ ഒരു പുസ്തക പ്രകാശനം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇതൊന്നുമില്ല എന്ന് പറയുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്.
ഓക്കെ, വ്യക്തമാണ്. അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ, ഇവിടെ സതീഷ് വസന്ത് ഉയർത്തിയ വാദങ്ങൾക്ക് അങ്ങേക്ക് തൃപ്തികരമാണോ എന്നുള്ളത് അങ്ങേക്ക് ഈ ഘട്ടത്തിൽ സ്വാഭാവികമായി മറുപടി പറയാം. ഒപ്പം BJP-യുമായി നടത്തിയ ചർച്ച നേതാക്കൾ അത് പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് CPM-ൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നതിന്റെ സൂചന കൂടിയല്ലേ? ഇപ്പോൾ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറയുന്നത് നേരത്തെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇപ്പോൾ അങ്ങനെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, കാര്യങ്ങൾ സ്മൂത്താണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അല്ല, അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് AK ആന്റണിയുടെ മകൻ പോയതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ AK ആന്റണിയുടെ മകൻ പോയ സാഹചര്യമാണോ ഇവിടെ CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അദ്ദേഹത്തിന്റെ ആത്മകഥ ഇതാണ് എന്റെ ജീവിതം, ഇതാണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞു വെക്കുന്നതാണ് അദ്ദേഹം. ഇതാണ് എന്റെ ജീവിതം എന്നുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥയിലൂടെ ഇതാണ് എന്റെ അവസ്ഥ, ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിൽ എന്റെ അവസ്ഥ ഇതാണെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ സ്വാഭാവികമായിട്ട് ഞാൻ അദ്ദേഹത്തോട് വളരെ സിമ്പിളായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഇന്നീ നിമിഷം വരെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. പ്രകാശ് ജാവേദ്കർ എന്ന് പറയുന്ന BJP-യുടെ മുൻ കേന്ദ്രമന്ത്രി, കേരളത്തിന്റെ പ്രഭാരിയായിരുന്ന ആൾ എന്തിനാണ് EP ജയരാജൻ എന്ന് പറയുന്ന CPM-ന്റെ മുതിർന്ന നേതാവിനെ കണ്ടത്? എന്തിനാണ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത്? അത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ വരുത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഇത് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഇവിടെ സ്വാഭാവികമായിട്ടും BJP CPM തമ്മിൽ ഒരു അൺഒഫീഷ്യൽ ബന്ധം, അത് അൺഒഫീഷ്യൽ മെമ്പർഷിപ്പ് ഇവർ തമ്മിലുണ്ട്. കേരളത്തിൽ CJP സഖ്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. എന്റെ സ്വാഭാവികമായിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, ഇവിടെ ഒരു സർക്കാർ തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇവിടെ സ്വാഭാവികമായിട്ടും EP ജയരാജൻ ഇവിടെ BJP-യിൽ ചേർന്നില്ല എന്നുള്ളേ ഉള്ളൂ, ചേർന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു സർക്കാർ പോലും അവർ പറയുന്നത് പോലെ അവർ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ വ്യക്തമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താ, ഇവിടെ EP ജയരാജൻ എന്ന് പറയുന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ആൾ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു റിസോർട്ടിന്റെ പേര് വൈദേഹം റിസോർട്ട് എന്നുള്ളതാണ്. ഇപ്പോഴും മേഘയ്ക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാകും അതിന്റെ ഷെയർ ഉള്ള കമ്പനിയുടെ പേര് ജൂപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളതാണ്. ജൂപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ആ കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് പ്രൈമറി ഓർഡർ എന്ന് പറയുന്നത് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ്. ആ രാജീവ് ചന്ദ്രശേഖറിന് EP ജയരാജന്റെ വൈദേഹം റിസോർട്ടിൽ ഷെയർ ഉണ്ട്. നിഷേധിക്കാൻ തയ്യാറാവുന്നുണ്ടോ? ഇപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ കൂടി എന്താണ് മേഘ വ്യക്തമാകുന്നത്? ഈ വിവാദങ്ങളെല്ലാം ഉണ്ടാവുമ്പോഴും, ഈ വിവാദങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും രാജീവ് ചന്ദ്രശേഖരന്റെ ജൂപ്പിറ്റർ ക്യാപിറ്റൽ കമ്പനിക്ക് വൈദേഹം റിസോർട്ടിൽ ഷെയർ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം അത് സുദൃഢമാണ്, അത് വളരെ ദൃഢമാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഇവർ തമ്മിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ BJP-യും CPM-ഉം രണ്ടാണ് എന്നൊക്കെ പണ്ട് വലിയ ഫൈറ്റാണ് ഞങ്ങൾ തമ്മിൽ എന്നൊക്കെ പണ്ട് പറഞ്ഞു നോക്കുമായിരുന്നു. പക്ഷെ കേരളത്തിലെ സമൂഹത്തിന് ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങി, കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കി തുടങ്ങി ഇപ്പോൾ ഒരു CJP സഖ്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ EP ജയരാജന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഞാൻ മുൻപ് പറഞ്ഞു വെച്ചതുപോലെ ഇതാണ് എന്റെ ജീവിതം എന്നുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥ, ഇതാണ് എന്റെ അവസ്ഥ ഇപ്പോൾ പാർട്ടിയിൽ എന്നുള്ളതാണ് അദ്ദേഹം അൺഒഫീഷ്യലായി അല്ലെങ്കിൽ പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ CPM നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടില്ല EP ജയരാജന്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തികളെന്ന് അഡ്വക്കേറ്റ് സതീഷ് വസന്തിന് ഇടതു പ്രതിനിധിക്ക് നിഷ്പക്ഷമായി പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഈ മാധ്യമ സംവാദത്തിൽ വന്ന മേഘയുടെയും എന്റെയും ശ്രീ AK സാദിഖിന്റെയും ഒക്കെ മുന്നിൽ വന്നിരുന്ന അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ ന്യായീകരിക്കേണ്ട അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് പോലും വ്യക്തമാണ് ഇവിടെ EP ജയരാജൻ അസംതൃപ്തനാണ്, EP ജയരാജനും പാർട്ടിക്കും ഇടയിൽ പ്രശ്നങ്ങളുണ്ട്, CPM നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ടാണ് EP ജയരാജന്റെ നിരന്തരമായിട്ടുള്ള പരാമർശങ്ങൾ അത് ദൈനംദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ അത്ര ശുഭകരമല്ല CPM നേതൃത്വത്തിനിടയിലുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇവിടെ ഞാൻ മുൻപ് പറഞ്ഞു വെച്ചല്ലോ, അടിയുറച്ചൊരു CPM നേതാവിന് ഞാൻ മുൻപ് അദ്ദേഹമൊക്കെ അതിലൊന്നും ടച്ച് ചെയ്യാതെ വളരെ മനോഹരമായി അദ്ദേഹം ഏതൊക്കെയോ കാര്യങ്ങളിലേക്ക് കാട് കയറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. AK ആന്റണിയുടെ മകന്റെ കാര്യത്തിലേക്കൊക്കെ. AK ആന്റണിയുടെ മകൻ പോയപ്പോഴും ബഹുമാനപ്പെട്ട ലീഡറിന്റെ മകൾ പോയപ്പോഴും ഒന്നും ഈ പാർട്ടി അവർക്ക് വേണ്ടി അനുകൂലമായി ഒരു വാക്ക് പോലും പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം എന്താ? നിലവിലത്തെ സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ, മേഘയ്ക്ക് അറിയാലോ, ഇവിടെ PMC പദ്ധതിയിൽ അടക്കം ഒപ്പിട്ട സർക്കാരാണ്. ഇവിടെ പറയാതെ പറയുകയാണ് താങ്കൾ BJPയോടൊപ്പമാണ്, BJPയുമായി സഖ്യത്തിലാണ് എന്നുള്ളത്. ഇവിടെ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന MP ആണ്
PMC പദ്ധതി നടപ്പാക്കാൻ ഇടനില നിന്നത്, അതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തിയതെന്ന് പറഞ്ഞത് BJPയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ധർമ്മേന്ദ്ര പ്രധാനാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ കഴിഞ്ഞ കുറെ കാലഘട്ടമായി ഇവിടെ ലാവ്ലിൻ കേസ് നിരന്തരമായി സുപ്രീം കോടതി മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ED ചോദ്യം ചെയ്യാത്ത, ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം അടക്കം, മുഖ്യമന്ത്രിയുടെ മകനും മകളും മുഖ്യമന്ത്രിയും അടക്കം ഒരു പ്രതികൂട്ടിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ആ സാഹചര്യം ഉണ്ടാവുമ്പോൾ കേന്ദ്ര അന്വേഷണ സംഘം ഇല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാത്ത BJP ഇതര മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ശ്രീ പിണറായി വിജയൻ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ തമ്മിലുള്ള അന്തർധാര എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമല്ലേ? കേരളത്തിൽ CPM-ഉം BJP-യും തമ്മിൽ വലിയ രീതിയിലുള്ള അന്തർധാര നിലനിൽക്കുന്നുണ്ട്. ആ അന്തർധാരയുടെ തുടർച്ച എന്നോണമാണ് ഇവിടെ EP ജയരാജന്റെ ഓരോ പരാമർശങ്ങൾ എന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ആ പരാമർശങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ EP ജയരാജൻ ഇവിടെ ഞാൻ മുൻപ് സൂചിപ്പിച്ചു, അൺഒഫീഷ്യലായി BJP അംഗമായിട്ടില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും BJPയുടെ ഭാഗമാണ്. അത് കേരളത്തിലെ ഒരു 90% CPM നേതാക്കളും അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് ഞാൻ മുൻപ് സൂചിപ്പിച്ചു, ഇവിടെ G. സുധാകരൻ എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹം കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹം കേരളം കണ്ട മികച്ച പൊതുമരാമത്ത് മന്ത്രിമാരിൽ ഒരാളാണ്. അദ്ദേഹത്തെ പാർട്ടി നേതൃത്വവുമായി അദ്ദേഹം വലിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസം തുടരുന്ന സാഹചര്യമാണ്. ഇവിടെ പുന്നപ്ര വയലാർ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട അടക്കമുള്ള ചടങ്ങുകളിൽ പരിപാടികളിൽ വിളിച്ചപ്പോ അദ്ദേഹം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ജില്ലാ സെക്രട്ടറി അടക്കം വിളിച്ചപ്പോൾ ഇവിടെ സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടത്തിയപ്പോൾ പോലും അദ്ദേഹം ഈ CPM നേതൃത്വത്തിന്റെ നിലപാടിനോട് മയപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ നിലപാടിനോട് മയപ്പെടാൻ അദ്ദേഹം തയ്യാറായില്ല. ആ അദ്ദേഹത്തെ ഈ പറയുന്ന BJP നേതാക്കൾ ആരും വിളിക്കുന്നില്ലല്ലോ. കേരളത്തിന്റെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവേദ്കർ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നില്ലല്ലോ. ഇവിടെ സ്വാഭാവികമായിട്ടും എന്താ, മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദല്ലാ നന്ദകുമാറുമായി ബന്ധം പുലർത്തുന്ന, പ്രകാശ് ജാവേദ്കറുമായി ബന്ധം പുലർത്തുന്ന EP ജയരാജൻ അദ്ദേഹം BJP-യിൽ പോകാൻ തയ്യാറായിട്ടുണ്ട്. BJP-യിൽ മെമ്പർഷിപ്പ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും മനസ്സും അദ്ദേഹം ഇപ്പൊ ഈ പുസ്തക രൂപത്തിൽ പറഞ്ഞു വെക്കുന്നതും ഒക്കെ എന്താണ്, അദ്ദേഹം ഇവർ കേരളത്തിലെ പാർട്ടി CPM പാർട്ടി BJP-യോടൊപ്പമാണ് എന്നുള്ളതാണ്. മേഘ ഒരു കാര്യം കൂടി, അതായത് ഇത് അദ്ദേഹം പറഞ്ഞു, ഇലക്ഷൻ ആയ ഘട്ടത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നുള്ളത്. ഇത് ആരാണ് ചർച്ച ചെയ്യാൻ അവസരം ഒരുക്കിയത്? അഡ്വക്കേറ്റ് സതീഷ് വസന്ത് ആരാണ് ചർച്ചയ്ക്ക് വേണ്ടിയുള്ള അവസരം ഒരുക്കിയത്? ഇവിടെ മുൻപ് സൂചിപ്പിച്ചു, ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ്, ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഘട്ടങ്ങളിലാണ് ആദ്യമായി ഇതിന്റെ വെടി പൊട്ടിയത്. അപ്പോഴാണ് പരിപ്പോടെയും കട്ടൻ ചായയും രംഗത്ത് വന്നത്. മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായപ്പോഴാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥ, ഇതാണ് എന്റെ അവസ്ഥ, ഇതാണ് എന്റെ ജീവിതം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായിട്ടും EP ജയരാജന് ഈ പാർട്ടി നേതൃത്വവുമായി വലിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, വലിയ രീതിയിൽ ചേരിപ്പോര് നടക്കുന്നുണ്ട്. കഴിഞ്ഞ 9.5 വർഷക്കാലമായി നടത്തിയ അഴിമതിയുടെ പണം, ആ പണത്തിന്റെ സാമ്പത്തികം വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സതീഷ് വസന്ത്, ഇവിടെ നേതൃത്വവുമായി വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നസ്വരങ്ങൾ EP ജയരാജനുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് അതിനെ കൂടി കുറച്ചുകൂടി ഒരു ആധികാരിക പകരുകയാണ് ഈ രണ്ടാം ഘട്ടത്തിൽ. EP അസംതൃപ്തനാണ്, വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതാണ് അക്ഷരങ്ങളായി പുറത്തേക്ക് വന്നത് എന്നുള്ളത്. അതായത് വീണ്ടും കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ഇവിടെ അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ ചോദിച്ചു, എന്തിനാണ് പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ പോയി കണ്ടത്, കൂടിക്കാഴ്ച നടത്തിയത്, അതിന് പിന്നിൽ എന്തായിരുന്നു നേരെയുള്ള ചോദ്യമാണ്. സ്വാഭാവികമായി ഈ ഘട്ടത്തിൽ മറുപടി പറയാൻ അങ്ങേക്കാം. മേഘ, ഇപ്പം അദ്ദേഹം EP ജയരാജൻ നേതൃത്വത്തിനെതിരായിട്ട് അതിന് വലിയ വിഷമമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ നീരസമുണ്ട് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് EP ജയരാജൻ ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് EP ജയരാജൻ ഈ പാർട്ടിക്ക് വേണ്ടി. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇന്നും അദ്ദേഹം ഒരു വെടിയുണ്ടയും ഏറിയാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പം ഒരിക്കലും EP-യെ പോലത്തെ ഒരാൾ BJP-യിലേക്ക് ചേക്കേറുമെന്ന് പറയുന്നത് അതൊക്കെ ഒരു എന്താണ്, മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണെന്നാണ് എൻ്റെ ഒരു ഇന്നത്തെ സംഭാഷണത്തിൽ ഞാൻ അത് പറയുന്നത്. കാര്യം അങ്ങനെ ഒരു EP ഒന്നും അങ്ങനെയൊന്നും പോകില്ലെന്നേ. ചിലപ്പം BJP-ക്കൊക്കെ അങ്ങനെ ആഗ്രഹം കാണുമായിരിക്കും, EP-യെ പോലെയും EP-യുടെ മകനെ പോലെയൊക്കെ ആളുകൾ ഇങ്ങോട്ട് വന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് അങ്ങനെ ഒരു നേതാക്കം വരെ അതുകൊണ്ടാണ് ഞാൻ മറ്റേത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ട് അതൊക്കെ ഒരു കാര്യം ഇപ്പം തന്നെ ഇപ്പം തൗഫീഖ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ഷെയർ ഉണ്ട്. നോക്ക്, രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയത്തിനൊരു വരുന്ന അദ്ദേഹം ഒരു ഇതാണ് ബിസിനസ് മാനാണ്, നിങ്ങളത് മനസ്സിലാക്കണം.
അദ്ദേഹം ഒരു ബിസിനസ് അദ്ദേഹത്തിന്റെ പല സ്ഥലത്തും അദ്ദേഹത്തിന്റെ ബിസിനസ് വ്യാപിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നത് എന്നാണ് ഇത് ഒരു ബിസിനസ് മാനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതാണ് BJP. അദ്ദേഹത്തിന്റെ പണം കണ്ടുകൊണ്ടാണ് BJP കൊണ്ടുവന്നത്. അല്ലാതെ അദ്ദേഹം രാഷ്ട്രീയക്കാരാണോ? അദ്ദേഹം കൊച്ചിലെ പോലെ രാഷ്ട്രീയം തല്ലുകൊണ്ട് വളർന്നതാണോ? അല്ലല്ലോ. നിങ്ങൾ ഇതാണ് എന്താണ് പറയുന്നത്? രാജീവ് ചന്ദ്രശേഖർ ഒരു ബിസിനസ് അത് പിന്നെ ഈ വൈദേക റിസോർട്ടായിട്ട് സംബന്ധിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. അതിൽ EPക്കൊന്നും ഇല്ലല്ലോ. EPക്ക് ഷെയർ വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മോനല്ലേ ഇതല്ലേ ഉള്ളത്. ഒരു ബിസിനസ് ഇപ്പൊ ഞാനൊരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് എന്റെ ഭാര്യയ്ക്കും അല്ലെങ്കിൽ എന്റെ കുടുംബാംഗങ്ങൾക്ക് വേറൊരു ബിസിനസ് ചെയ്തുവിടാന്നുണ്ടോ? അത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യം ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ചെയ്തുകൂടാ. ഇപിയുടെ കുടുംബമല്ലേ അത്? ഞാൻ അത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന അവരെ ബിസിനസ് അവരെ ജീവിത നിലവാരം ഇത് ചെയ്യാൻ വേണ്ടിയാണ്. EPയെ പോലത്തുള്ള രാഷ്ട്രീയത്തിൽ ഞാനാണ് ഒരു കാര്യം, എനിക്ക് എന്റേതായ രാഷ്ട്രീയമുണ്ട് എന്നും പറഞ്ഞാൽ എന്റെ ഭാര്യയോ എന്റെ മക്കൾക്കോ അവർക്ക് ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ തൊഴിലെടുക്കുന്നു എവിടെയെങ്കിലും പറയുന്നുണ്ടോ? എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഒരിക്കൽ കൂടി ആവർത്തിക്കും ആ ചോദ്യം. തൗഫീഖ്, ഇപ്പോഴും അഡ്വക്കേറ്റ് സതീഷ് വസന്ത് ഇപ്പോഴും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറുമായി EP ജയരാജന്റെ മകനും അങ്ങ് പറഞ്ഞു വെച്ചതുപോലെ മകനും ഭാര്യയ്ക്കും അടക്കം ഉടമസ്ഥതയിലുള്ള വൈദേം റിസോർട്ടിൽ ഷെയർ ഉണ്ടോ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയ ശേഷം ഷെയർ ഉപേക്ഷിച്ചിട്ടുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് പറഞ്ഞു വെക്കുന്നത് എന്താണ്? അദ്ദേഹവുമായി ബന്ധമില്ലാതെ EP ജയരാജന്റെ ഭാര്യയും മക്കളും റിസോർട്ടായിട്ട് EPക്കോ EPയുടെ കുടുംബത്തിന് അതിലൊരു ഇതില്ലല്ലോ. നിങ്ങളൊന്ന് പരിശോധിക്കൂ. മകനും ഭാര്യയ്ക്ക് ഇപ്പൊ EPയുടെ കുടുംബത്തിനെ ബന്ധമില്ലാന്നായി. ഇല്ല, അങ്ങനെ ഇല്ലെന്നേ. അന്ന് നേരത്തെ അത് ഞാൻ പറഞ്ഞു തൗഫീഖ്, അവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇത് കൊണ്ടുവരൂ. ആ റിസോർട്ടായിട്ട് വല്ല ബന്ധമുണ്ടെന്ന് ഇല്ലെന്നേ. അങ്ങനെ ഒരു റിസോർട്ടായിട്ട് ബന്ധമില്ല ഇപ്പം. ഇതുമായി ബന്ധപ്പെട്ട് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളെ CPMന്റെ പാർട്ടി കോൺഗ്രസ് പങ്കെടുപ്പിക്കാൻ തൗഫീഖ് പറയൂ. അദ്ദേഹം പറയുന്നത്, അതായത് സതീഷ് വസന്ത് പറയുന്നത് ഇപ്പോൾ വൈദേക റിസോർട്ടുമായി EPക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നാണ്. ഒരു മിനിറ്റ് തൗഫീഖ്. അതായത് എന്റെ ചോദ്യം വളരെ ഡയറക്റ്റ് ആണ്. ഇപ്പൊ ബന്ധമില്ല എന്നുള്ളതാണെങ്കിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, അദ്ദേഹം കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും പേരിലാണ് ആ വൈദേക റിസോർട്ടിൽ ആ ഷെയറുമായി ബന്ധപ്പെട്ട് ഒരു ഷെയർ ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ തന്നെയാണ് അതുള്ളത്. അതിനപ്പുറത്തേക്ക് ഇപ്പൊ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, രാജേഷ് കൃഷ്ണ ഇല്ല അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന നിങ്ങൾ തെറ്റിദ്ധരിക്കുക. രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന ആളുണ്ട്. മേഘാന്റെ ഒറ്റ ചോദ്യം, അതായത് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളുണ്ട് UKയിലുള്ള CPMന്റെ പ്രതിനിധിയായി പാർട്ടി സമ്മേളനത്തിൽ ഉൾപ്പെടുത്തിയ എന്തിന്റെ പേരിലാണ് ഇതൊന്നും പറഞ്ഞു വെക്കുമ്പോൾ റിസോർട്ടുമായി ഇവിടെ ഒരു ബന്ധമില്ല. നിങ്ങളൊന്ന് പറയുന്നു. പിന്നെ ഒരു ആലോചന അല്ല, ഇദ്ദേഹം വേറൊരു ആലോചന എന്താണ്, PM ശ്രീ ബന്ധപ്പെട്ട് ശ്രീ ജോൺ മിട്ടാസിനെ പറ്റി പറഞ്ഞു. ജോൺ മിട്ടാസ് ഏറ്റവും രാജ്യസഭയിൽ നിങ്ങളെ MP മാരൊന്നല്ല, ഏറ്റവും കൂടുതൽ
പ്രതിരോധം സൃഷ്ടിക്കുന്ന BJPക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് അദ്ദേഹം ഇതിനൊരു ഇടനല്ലേ കാരണമായിട്ട് എന്താ പറയുമ്പോഴത്തേക്ക് ഒരു മാന്യത വേണ്ടി ജനങ്ങളൊന്ന് വിശ്വസിക്കണ്ടേ? നോക്കുപോലെ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കാരണവശാലും EP എഴുതിയ പുസ്തകത്തിന്റെ പേരിൽ ഇവിടെ ഒരു കലഹങ്ങളുമില്ല, ഒരു വിഷമവും ഇല്ല. നിങ്ങൾ ഞാൻ പറയുന്നത് പറയുമ്പോഴത്തേക്ക് അന്തർധാന ഇല്ല എന്ന് പറഞ്ഞു വെക്കരുത്. ഇവിടെ വൈദ്യ റിസോർട്ടിൽ ഒരു ബന്ധമില്ല. എന്ത് പുണ്യാളന്മാരാണ്. ഒരു മിനിറ്റ് തൗഫീഖ് രാജൻ, അത് അങ്ങേക്കുള്ള മറുപടിയാണ് സതീഷ് വസന്ത് പറയുന്നത്. രണ്ടുപേരും ഒരേ സമയം സംസാരിച്ചാൽ ഒന്നും കേൾക്കാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരേ സമയം രണ്ടുപേരും സംസാരിക്കരുത്. തൗഫീഖ് രാജനുള്ള മറുപടി സതീഷ് വസന്ത് പറയൂ. വളരെ കൃത്യമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൂടി പറഞ്ഞതാണ് ഷെയർ വാങ്ങിച്ചത് അദ്ദേഹം CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ അതിനകത്ത് എന്തെങ്കിലും തർക്കമുണ്ടോ? വ്യക്തമാണ് തൗഫീഖ്, വ്യക്തമാണ്. പറയൂ സതീഷ് വസന്ത് പറയൂ. ഞാൻ പറഞ്ഞിട്ട് വൈദേക റിസോർട്ട് പറ്റി ഇപ്പൊ EP ഒരു പുസ്തകം ഉണ്ടായിരുന്നല്ലോ, അന്ന് അത് നിർത്തലാക്കിയെങ്കിൽ എനിക്ക് ഈ വിഷമം വരൂല എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൂടെ തന്നെ പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ആ റിസോർട്ടായിട്ട് അദ്ദേഹത്തിനൊരു ബന്ധം പിന്നെ ഇല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ ബന്ധമില്ലാത്തതുകൊണ്ടാണ് അത് അന്ന് നിർത്തലാക്കണമെന്ന് പറഞ്ഞത്. നിർത്തലാക്കണമെന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടുത്തെ കേരളത്തിൽ പോയ 18 MP കൊണ്ടല്ലോ ഇവിടുത്തെ രാജ്യസഭയിൽ ഉണ്ടായിട്ടുണ്ട്. നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഉയരുന്ന, അതായത് ഇത്തരത്തിൽ ഒരു വിവാദ പുസ്തക ആത്മകഥ വീണ്ടും അത് ആളുകളിലേക്ക് കൂടുതൽ ആളുകൾ ഇനി വായിക്കും. അത് നേതൃത്വത്തിന് അതൃപ്തി ഉണ്ട് എന്ന് ഒരു ഘട്ടത്തിൽ പറയുന്നു. ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുകയുമാണ്. അതായത് വീണ്ടും കുഴപ്പത്തിലാക്കുകയാണോ പാർട്ടിയെ? തീർച്ചയായിട്ടും. ഇവിടെ ഇതിനേക്കാൾ വലിയ ഞെട്ടിക്കുന്ന മറ്റൊരു പ്രസ്താവന വന്നത് നമ്മൾ ആരും ഇതുവരെ ചർച്ച ചെയ്തില്ല. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുക, വലിയ ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്, തെരഞ്ഞെടുപ്പ് യുദ്ധം. EP-യുടെ വായിൽ നിന്നും വന്ന വാക്ക് അവിടെ കോൺഗ്രസ് ഇന്ത്യ സഖ്യം 8 നിലയിൽ പൊട്ടുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. CPM കൂടി ഉൾപ്പെടുന്ന സഖ്യമാണ് ഇന്ത്യ സഖ്യം. അതിൻ്റെ അർത്ഥം അവിടെ തേജസ്വി യാദവ് ജയിക്കേണ്ട, മുഖ്യമന്ത്രിയാകേണ്ട, നിതീഷ് കുമാറോ BJP-യോ മുഖ്യമന്ത്രി ആയിക്കൊള്ളട്ടെ എന്ന് CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണിത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സംഘി സ്നേഹം പുറത്തു വരാൻ വേറെ വല്ലതും വേണോ? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, കുറുക്കൻ നീലത്തിനകത്ത് മുങ്ങിയിട്ട് അതൊക്കെ ആയിട്ട് എല്ലാവരും ആ കുറുക്കനെ മറ്റെന്തോ ആയി ധരിച്ചു. അവസാനം വയറ് നിറഞ്ഞപ്പോൾ അറിയാതെ കൂവിപ്പോയി. ജന്മസിദ്ധമായ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹങ്ങൾ പുറത്തു വരും. അതാണിപ്പോൾ പുറത്തു വന്നത്. എവിടെ വെച്ചാണ് ഇത് പറഞ്ഞത്? പേരാമ്പ്രയിൽ CPM-ൻ്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം. പറഞ്ഞ വാചകം എന്താ? ഷാഫി പറമ്പലിൻ്റെ മൂക്കിൻ്റെ പാലമേ ഇപ്പോൾ പോയുള്ളൂ, സൂക്ഷിച്ച് നടന്നാൽ കൊള്ളാം. രണ്ടാമത് KC വേണുഗോപാലിനെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്, വേണുഗോപാൽ നയിക്കുന്ന NDA 8 നിലയിൽ പൊട്ടും. ഇദ്ദേഹത്തിന് സംഘി സ്നേഹവും ഉള്ളിൽ BJP സ്നേഹവും ഇല്ല എന്ന് ഇനി എങ്ങനെ പറയാൻ കഴിയും? നമ്മൾ ഓരോന്ന് പറയുന്നത് വെറുതെ വ്യക്തിവിരോധം കൊണ്ടല്ല. അദ്ദേഹത്തിനോട് നമുക്കൊരു വ്യക്തിവിരോധവും ഇല്ല, നേരി കണ്ടിട്ട് പോലുമില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന വാക്കുകൾ കേരളത്തിൽ മുഴുവൻ എല്ലാ മാധ്യമങ്ങളും, ഒരു മാധ്യമമല്ലല്ലോ, ജയ്ഹിന്ദൻ മാത്രമല്ലല്ലോ അത് പറഞ്ഞത്, കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും നമ്മൾക്ക് അത് കാണിച്ചു തരികയാണ് 8 നിലയിൽ പൊട്ടുമെന്ന്. അപ്പോൾ അതിനെന്താണ് മറുപടി പറയാനുള്ളത്? അതേപോലെ നമ്മൾക്ക് ഈ വിഷയത്തിൽ തന്നെ നമ്മളുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അന്ന് അദ്ദേഹം ഈ ചർച്ച വന്നപ്പോൾ, വൈദേഹം ചർച്ച വന്നപ്പോൾ അദ്ദേഹം ഇല്ലായിരുന്നു, അതുകൊണ്ട് അവിടെ നടന്നത് എന്താണെന്ന് എനിക്കറിയാൻ കഴിയാതെ പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ മേഘ, 10-90 അത്ര അടുപ്പിച്ചോ ആളുകളുള്ള ഒരു സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു ചർച്ച നടന്ന ദിവസം അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ നടന്നത് കൃത്യമായി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ പോലും ഇല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. എന്നിട്ട് പിന്നെ പറഞ്ഞ എന്താ? അടുത്ത സംസ്ഥാന കമ്മിറ്റി, എത്രമാത്രം ഇരുമ്പ് ഒലക്ക പോലത്തെ ആശയമുള്ള പാർട്ടിയാണ്. അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്
അത് പി ജയരാജൻ പറഞ്ഞത് ഈ ഒരു സ്വകാര്യ കമ്പനിയെ ഒരു സഹകരണ സംഘം പോലെ സഹായിക്കാൻ പാടുണ്ടോ എന്ന് തികച്ചും നിർദോഷകരമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കണ്ണുമടച്ച് വിശ്വസിക്കണമെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടാകണം. മറ്റൊരു കാര്യം കൂടി വളരെ പ്രസക്തമാണ്. CPM-ൻ്റെ ജില്ലാ സമ്മേളനങ്ങളിലൊന്നും മുമ്പ് കാലാകാലങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കില്ല. പാർട്ടി സെക്രട്ടറിക്ക് അവിടെ പങ്കെടുക്കേണ്ടതായിട്ടുള്ളൂ. പാർട്ടി സെക്രട്ടറി അല്ലാത്ത കേരള മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലയിലടക്കമുള്ള CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വന്നിരിക്കുക. കാരണം ഒരക്ഷരം അദ്ദേഹത്തെക്കുറിച്ചോ അദ്ദേഹത്തിന് താല്പര്യമുള്ളവരെക്കുറിച്ചോ പറയുവാൻ പാടില്ല. അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അത് പറയുക. അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തെങ്കിൽ പാർട്ടി സംവിധാനത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് മുൻ മുഖ്യമന്ത്രിമാരെന്താ പങ്കെടുക്കാതിരുന്നത്? അപ്പോൾ പാർട്ടിക്ക് ഇപ്പോൾ ഒരു ഭരണഘടനയുമില്ല, പാർട്ടി സംവിധാനവുമില്ല, ഒന്നുമില്ല. പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും കേന്ദ്ര കമ്മിറ്റിയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെയൊക്കെ ഒരവസ്ഥ PM ശ്രീയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് ആ PM ശ്രീയിലെ നിലപാടിൽ കേന്ദ്ര ജനറൽ സെക്രട്ടറിക്ക് ഒരു റോളുമില്ലാതെ പോയില്ലേ? അപ്പോൾ ഇന്ന് CPM എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് EP ജയരാജനോട് ആശയപരമായിട്ടല്ല വ്യക്തിപരമായിട്ടുള്ള ചില പരാതികളുണ്ട്. അതിൻ്റെ തിക്തഫലമാണ് ഈ വരുന്നത്. വരും ദിവസങ്ങളിൽ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ 2ാം ഘട്ടം വരുന്നുണ്ട്. എനിക്ക് ഡയറി കുറിപ്പില്ലാത്തത് കൊണ്ട് പലതും ഓർമ്മിച്ചെഴുതാൻ കഴിയുന്നില്ല. വിട്ടുപോയതെല്ലാം കൂടെ അടുത്ത 2ാം ഘട്ടം ദൃശ്യം 2 വന്നതുപോലെ എൻ്റെ ജീവിതം 2ാം വോള്യം ഉടൻ പ്രതീക്ഷിപ്പിക്കാം. നമുക്ക് ഞെട്ടാം. എന്ന് ഞെട്ടണമെന്ന് മാത്രം നമുക്കറിയില്ല. തെരഞ്ഞെടുപ്പ് ദിവസമായിരിക്കും മിക്കവാറും ഞെട്ടാൻ സാധ്യത. ശരി, വ്യക്തമാണ്. ഇതിൽ പറയാൻ പറ്റാത്ത നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പൂരിപ്പിക്കുമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഓക്കെ, തൗഫീഖ് രാജൻ, മുൻപ് പൂർത്തീകരിക്കാൻ കഴിയാത്തത് ഇപ്പോൾ പറയാം. ഒറ്റ മിനിറ്റ്. അതായത് ഈ ഷെയർ ഇല്ല, ബന്ധമില്ല, വൈദ്യം റിസോർട്ട് എനിക്കുമായി യാതൊരു ബന്ധമില്ല എന്നൊക്കെ EP ജയരാജൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ കൃത്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പാർട്ടി സമ്മേളനത്തിൽ നിന്ന്, പാർട്ടി കോൺഗ്രസിൽ നിന്ന് രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ ആളെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. അത് ഏതുമായി ബന്ധപ്പെട്ടാണ്? അത് ഇതേ വൈദ്യം റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിനെ തുടർന്ന് നമുക്കറിയാം ഒരു കത്ത് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. ആ കത്ത് പുറത്തു വന്നപ്പോ ആ വിവാദം ചെന്നെത്തി നിന്നത് എവിടെയാണ്? സാക്ഷാൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്ററുടെ മകനുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഒരു വ്യവസായി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ആ ചെന്നൈയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോ അതുമായി ആ ചെന്നൈയിൽ ആ വ്യവസായി അറസ്റ്റ് ചെയ്ത് എന്താണ്? ഇതേ വൈദ്യം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഷർഷാദ് എന്ന് പറയുന്ന ആളെയാണ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇതേ വൈദ്യം റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുമായി ബന്ധപ്പെട്ട്, കത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തിയ, പ്രസ്താവന നടത്തിയ ആളെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇവർ തമ്മിൽ വളരെ കൃത്യമാണ് മേഘ. ഇവിടെ മുൻപ് സൂചിപ്പിച്ചു ശ്രീ AK സാദിഖ് അടക്കം ഇതാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹം പറയാതെ പറയുകയാണ് ഇതാണ് എന്റെ അവസ്ഥ എന്നുള്ളത്. CPM-ൽ EP ജയരാജൻ ഒരു ചവറ്റുകൊട്ടയിലേക്ക് അകപ്പെട്ടു പോയിരിക്കുന്നു, വീഴാൻ പോകുന്ന സാഹചര്യമാണുള്ളത്. അദ്ദേഹം BJP-യുമായി അന്തർധാര സജീവമാണ്. ഒരിക്കലും EP ജയരാജനെ പോലത്തെ ആൾക്ക് ചവറ്റുകൊട്ടയിലൊന്നുമല്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നേതാവാണ്. അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരിക്കലും അദ്ദേഹത്തിന്റെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും വരുന്നില്ല എന്നുള്ളത് ഈ അവസരത്തിൽ പറയാം. വ്യക്തമാണ്. ആളിക്കത്തുകയാണ് അങ്ങനെ ആത്മകഥാ വിവാദം. ഇനി എവിടെ, എന്ന്, എപ്പോൾ തീരും എന്നറിയില്ല. ഏതായാലും ഇതിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നിരവധിയുണ്ട് EP-ക്ക്. അത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അത് പൂരിപ്പിക്കും എന്ന് തന്നെയാണ് EP വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് വന്നതിൽ കൂടുതൽ ഇനിയും വരാനുണ്ടോ എന്നതാണ് ചോദ്യം. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ, പ്രതികരണങ്ങളൊക്കെ സ്വാഭാവികമായും ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡിബേറ്റ് 360 പൂർണ്ണമാകുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എന്റെ 3 പാനലിസ്റ്റുകൾക്ക് നന്ദി പറയുന്നു. ജയ് ഹിന്ദ്.